നമുക്ക് എന്താണ് നമ്മളെ കോൺസെപ്റ്റ്, എങ്ങനെയുള്ള ആളെയാണ് വേണ്ടത്? നല്ല സ്വഭാവമായിരിക്കണം. അതെ. ഒത്തിരി സൗന്ദര്യമൊന്നും നോക്കുന്നില്ല. അതെ. നമ്മളിവിടെ മരണം വരെ നല്ല രീതിയിൽ അപ്പനെ അമ്മേനെയൊക്കെ കെയർ ചെയ്യാനുള്ള ഒരു മൈൻഡും ഉണ്ട്, ഒരു മനസ്സ് വേണം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ ആറുമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാലയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റുമാനൂരിൻ്റെ ഒക്കെ അടുത്താണ് ആറുമാനൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലം കേട്ടോ. ഇവിടെ വന്നത് ഷിനു അബ്രഹാമിനെ കാണാനാണ്. പുള്ളിക്ക് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. കൃഷി കാര്യങ്ങളൊക്കെയാണ്. ആൾ ഡിവോഴ്സ്ഡാണ്. കുറച്ച് വർഷമായി ഡിവോഴ്സൊക്കെ ആയിട്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാം. ഈ കാണുന്നതാണ് വീട് കേട്ടോ. ഇതാണ് വീട്. ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ രാത്രി ആയതുകൊണ്ട് അത്രത്തോളം കൃഷികൾ കിട്ടില്ല കേട്ടോ. ഇവിടെ 1.5 ഏക്കറോളം കൃഷിയാണ്, ജാതി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഫാമിലി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ജാതിൻ്റെ കൃഷിയാണ്. ഹലോ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. ഇതാണ് കേട്ടോ ഷിനോ. അപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നില്ലേ? അതെ അതെ അതെ. അപ്പ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മ കിടപ്പിലാണ് അല്ലേ, അസുഖമായിട്ട്? അതെ അതെ. ഇരുന്നോ? ഓ ഷിനോട്ടാ, എങ്ങനെ എത്ര വയസ്സായേ? എനിക്ക് 48 വയസ്സ്. 48 അല്ലേ? അതെ അതെ അതെ. പക്ഷെ ആള് മമ്മൂട്ടിയാണ് കേട്ടോ. താങ്ക് യു. ഡിവോഴ്സ് ആയിട്ട് കുറേ ആയോ? ഡിവോഴ്സ് ആയിട്ടൊരു 2010 ഡിവോഴ്സ് ആയതാ. അതെ. 16 വർഷമായി. അതിൽ മക്കളുണ്ടോ? മക്കള് ഒരു ആൺകൊച്ചുണ്ട്. അതിപ്പോൾ നമ്മൾ ബാധ്യതയൊക്കെ കഴിഞ്ഞതാണ്. വൈഫിൻ്റെ കൂടെ. നമ്മളിപ്പോൾ നിങ്ങൾ അച്ഛനോ അമ്മയോ പിന്നെ നിങ്ങൾ 3 ആളും തന്നെയാണ് ഇവിടെ അല്ലേ? അച്ഛനും അമ്മയും പ്രായമായി വരുമ്പോൾ ബുദ്ധിമുട്ട് കാര്യങ്ങളാണ്. വീട്ടിലൊരാളില്ലാത്ത നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇതായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. കുറച്ച് കാലം വിദേശത്തായിരുന്നു, പക്ഷെ അതൊക്കെ സെറ്റിൽ ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇപ്പം നാട്ടിൽ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിലായതാണ് അല്ലേ? അതെ അതെ. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 5 മക്കളാണ്. അതിൽ 3 പെണ്ണും 2 ആണും. ഞാൻ ഏറ്റവും ഇളയത്. ബ്രദർ എന്താ ചെയ്യുന്നത്? ബ്രദർ UK-യിലാണ്. അവിടെ ജോലിയായിട്ട് പോകും. അവിടെ സിറ്റിസണാണ്, സെറ്റിൽഡാണ്. അതെ അതെ. പെങ്ങന്മാർ 3 പേരും കല്യാണം കഴിച്ചത്. അതെ അതെ. കൃഷി തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഇവിടെ കൃഷി, നമുക്ക് ഇവിടെ ഈ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു 1.5 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ ജാതി, കമുങ്ങ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറം പുന്നത്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കുറച്ച് റബ്ബർ തോട്ടമുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു. അങ്ങനെ ഫിനാൻഷ്യലി കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും നമുക്കില്ല അല്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതെ. നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം? ഞങ്ങൾ നോക്കുന്നൊരു 40 വയസ്സ് തൊട്ട് 45. 40 മുതൽ ഒരു 45ൻ്റെ ഉള്ളിലുള്ള ആലോചന അല്ലേ? അതെ. ഈ ഡിവോഴ്സ് ആയതും ഭർത്താവ് മരിച്ചതായ ആലോചനയൊക്കെ നമുക്ക് നോക്കിക്കൂടെ? അത് നോക്കാം. ബാധ്യത ഇല്ലാത്തതായി. ബാധ്യതയില്ലാത്തത്. മക്കള് വേണ്ട. അതെ, മക്കള് ബാധ്യത ഒന്നും ഇല്ലാത്ത ഒരു 40 വയസ്സ് മുതൽ 45 വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനയാണ് നമുക്ക് വേണ്ടത് അല്ലേ? നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയെ കിട്ടി. അതെ അതെ അതെ. ഞങ്ങൾ റോമൻ കാത്തലിക്സ് ആണ്. വിവാഹം നോക്കുന്നത് യാക്കോബെ അങ്ങനെയുള്ള. അതെ, തീർച്ചയായിട്ടും ഓർത്തഡോക്സ് അങ്ങനെയുള്ള ആലോചനകൾ മുമ്പോട്ട് വരട്ടെ. അതെ അതെ. നിങ്ങൾ എത്ര വരെയാണ് പഠിച്ചത്? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ITC-യിലാണ് പോയത്. അതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. അതെ. നമുക്ക് എന്താണ് നമ്മളെ കോൺസെപ്റ്റ്, എങ്ങനെയുള്ള ആളെയാണ് വേണ്ടത്? നല്ല സ്വഭാവമായിരിക്കണം. അതെ. ഒത്തിരി സൗന്ദര്യമൊന്നും നോക്കുന്നില്ല. അതെ. നമ്മളിവിടെ മരണം വരെ നല്ല രീതിയിൽ അപ്പനെ അമ്മേനെയൊക്കെ കെയർ ചെയ്യാനുള്ള ഒരു മൈൻഡും ഉണ്ട്, ഒരു മനസ്സ് വേണം. അതെ. അങ്ങനെയൊക്കെ. അതെ അതേ ഉള്ളൂ. അതെ 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 അതെ. നമ്മൾ നോക്കുമ്പോൾ ഈ സാമ്പത്തികമായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. നമുക്ക് സാധാരണ ചെറിയ വീട്ടിലെ കൊച്ചാണേലും നമുക്ക് നോക്കാം. നിങ്ങളെ ഹൈറ്റ് എത്രയാ? എൻ്റെ 5 അടി 11 ഇഞ്ച്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്താ പറയുക, ഇപ്പം നിലവിൽ ജോലിയുള്ള പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ നിർബന്ധമൊന്നും പറയുന്നില്ല. വിവാഹശേഷം ജോലിക്കൊന്നും പോകാൻ വിടാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇനി അഥവാ പോകണം നിർബന്ധം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. നമുക്ക് ആ ഒരു ഇതാണ്. അത് ഇവിടെ വേറെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ജോലിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരാൾ ആ ജോബെല്ലാം നിർത്തി
ഫാമിലി ആയിട്ട് ഇനി സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ അല്ലേ? സന്തോഷം. 40 to 45 ഏജ് എന്ന് പറയുമ്പോൾ ഒരു ഇനി വർക്കിന് പോകണ്ട വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അത്രയും. കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ ആയാലും നമ്മളിപ്പോൾ ഒരു വിവാഹം അർജൻറ്റ് വേണമെന്നുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം അപ്പനും അമ്മയൊക്കെ നമുക്ക് വീടൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നല്ല രീതിയിലൊരു സ്നേഹത്തിയായിട്ട് വീട്ടിൽ തന്നെയുള്ള ഒരാളാണ് കൂടുതൽ നമുക്ക് പ്രയോറിറ്റി അല്ലേ? അതെ 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 അതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആലോചന തന്നെ വരട്ടെ. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായിട്ട് നമ്മൾ തീരെ നോക്കുന്നില്ല. അങ്ങനെ നല്ലൊരു മനസ്സിനുടമയാവുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇനി ലൈഫിൽ നല്ലൊരു ലൈഫായിരിക്കണം. ഇതുവരെ കഴിഞ്ഞു പോയ ഒരുപാട് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നായിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു ലൈഫാണ്. പിന്നെ ചേട്ടാ കോള് വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അന്വേഷിക്കണം. അപ്പോൾ വരുന്ന ആളും നിങ്ങളെ പറ്റി അന്വേഷിച്ചിട്ട് കൂട്ടിന് സെറ്റായിട്ട് മുമ്പോട്ട് നീങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം സെറ്റാവട്ടെ. ഓക്കെ, താങ്ക് യു.